ഏകദേശം 2 ലക്ഷം വർക്ക് പെർമിറ്റുകളാണ് ഈ 2025 അവസാനത്തോടും 2026 തുടക്കത്തോടും കൂടി എക്സ്പയർ ആവാൻ പോകുന്നത്. അതായത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് പ്രത്യേകിച്ച് കാനഡയിലൊക്കെ പഠിക്കാൻ വന്നതിന് ശേഷം അവർ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിലായിരുന്നു ഇത്രയും നാളും ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ളവരുടെ വർക്ക് പെർമിറ്റാണ് ഈ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ എക്സ്പയർ ആവാൻ പോകുന്നത്. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും? ഇത് ഒത്തിരി പേരെ അലട്ടുന്നൊരു ചോദ്യമാണ്. അതിന് വ്യക്തമായിട്ടുള്ളൊരു ഉത്തരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കാനഡയിലുള്ളവർ പ്രത്യേകിച്ച് വർക്ക് പെർമിറ്റ് എക്സ്പയർ ആവുന്നതിന് മുമ്പ് തന്നെ അവരെങ്ങനെ ഒരു PR നേടണം എന്നുള്ളൊരു ചിന്തയോട് കൂടിയായിരുന്നു ഇവിടെ തുടർന്നുകൊണ്ടിരുന്നത്. എന്നാൽ പ്രത്യേകിച്ച് നമുക്കിപ്പോൾ CEC കാറ്റഗറിയിൽ ഡ്രോ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 530ഉം 35ഉം ഒക്കെ അനുസരിച്ചാണ് അവരൊരു ഡ്രോ കണ്ടക്ട് ചെയ്യുന്നത് പോലും. അത് പലർക്കും ഇമ്പോസിബിളായിട്ടോ അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന സ്കോറിനേക്കാളും ഉയർന്നൊരു ഡ്രോയിലാണ് അവരിപ്പം കണ്ടക്ട് ചെയ്യുന്നത് പോലും. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും നോമിനേഷൻ പ്രോഗ്രാമും അല്ലെങ്കിൽ ഫ്രഞ്ച് ലാംഗ്വേജ് പ്രൊഫഷ്യൻസിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള പല കാറ്റഗറിയിലൂടെയും PR നേടാനുള്ള ശ്രമങ്ങൾ പലരും നടത്തിയിട്ടുണ്ടെങ്കിലും പലരെ കൊണ്ടും അത് സാധിക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ നേരത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വർക്ക് പെർമിറ്റ് കയറിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളൊരു ഫ്രഞ്ച് ലാംഗ്വേജിൻ്റെ പ്രൊഫഷ്യൻസി ഇമ്പ്രൂവ് ആവാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അതിൻ്റെ ഒപ്പം തന്നെ IELTS അതായത് 877 എന്നൊരു സ്കോർ അച്ചീവ് ചെയ്യാനുള്ള ശ്രമം നടത്തുകയും അതിൻ്റെ കൂടെ തന്നെ നോമിനേഷൻ പ്രോഗ്രാം വഴി ഏതെങ്കിലും റൂറൽ കമ്മ്യൂണിറ്റിയിലൊക്കെ ജോലി ചെയ്ത് ആ ഒരു പ്രൊവിൻഷ്യൽ നോമിനേഷന് അർഹമായിട്ടുള്ള സ്കോർ നേടുകയോ അല്ലെങ്കിൽ ആ കാറ്റഗറിയിലേക്ക് കയറി PR നേടാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്താൽ മാത്രമേ പ്രത്യേകിച്ച് ആ 3 വർഷത്തിനുള്ളിൽ തന്നെ PR സാധ്യമാകൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പലരും വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിൽ തന്നെ ഏകദേശം സ്കോർ ഒരു 450ഉം 460 ഡ്രോ കണ്ടക്ട് ചെയ്യും. ആ ഡ്രോയിൽ അവർക്ക് എങ്ങനെയെങ്കിലും ഡയറക്റ്റായിട്ടൊരു PR കിട്ടുമെന്നായിരുന്നു. പക്ഷേ ഈ ലാസ്റ്റിലത്തെ ഒരു 2025 ഒരു CEC കാറ്റഗറി നോക്കുകയാണെങ്കിൽ എല്ലാം ഉയർന്ന രീതിയിലുള്ള സ്കോർ കണ്ടക്ട് ചെയ്തത് മൂലം പല ആൾക്കാർക്കും CEC കാറ്റഗറിയിൽ അതായത് കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് വഴി PR നേടാൻ സാധിച്ചിട്ടേ ഇല്ല. മാത്രമല്ല അവർ ഓരോ വട്ടം ഇൻവിറ്റേഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ വെറും 1000 പേരെയൊക്കെയാണ് അവർ ഇൻവൈറ്റ് ചെയ്തേക്കുന്നത് പോലും. അങ്ങനെയുള്ളവർക്ക് കാനഡയിലെ വർക്ക് പെർമിറ്റ് എക്സ്പയറിന് ശേഷം ഒരു കാരണവശാലും ഇവിടെ തുടരാൻ പറ്റത്തില്ല എന്നുള്ളതുകൊണ്ട് പല ആൾക്കാരും കൂട്ടത്തോടെ തന്നെ ഇപ്പോൾ നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ പോകുന്നതിൽ യാതൊരു കുഴപ്പങ്ങളും ഇല്ല. അതിന് കാരണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് കാനഡയിൽ കിട്ടിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ കനേഡിയൻ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, അതൊന്നും ഒരിക്കലും നഷ്ടപ്പെടാൻ പോകുന്നേയില്ല. നിങ്ങൾക്ക് തിരിച്ച് നാട്ടിൽ പോയതിന് ശേഷം ഒരു ഫോറിൻ വർക്ക് എക്സ്പീരിയൻസ്, അതായത് ഇന്ത്യയിൽ ഒരു വർഷമൊക്കെ എന്തെങ്കിലും ജോലി നിങ്ങൾ പഠിച്ച ഫീൽഡിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ഫോറിൻ വർക്ക് എക്സ്പീരിയൻസിലൂടെ കാൽക്കുലേറ്റ് ചെയ്താൽ ഏകദേശം 50 പോയിൻറ്റ്സാണ് നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടാൻ പോകുന്നത്. ആ പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഈ കാനഡ PRൻ്റെ ആപ്ലിക്കേഷൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും CRS സ്കോർ കുറവ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നാട്ടിൽ നിന്ന് തന്നെ ഇൻവിറ്റേഷൻ കിട്ടുകയും തിരിച്ച് കാനഡയിലേക്ക് ഒരു PR ആയിട്ട് തന്നെ എൻ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുകൂടാതെ തന്നെ നാട്ടിൽ പോയതിന് ശേഷം നിങ്ങളുടെ ആ ഫ്രഞ്ച് ലാംഗ്വേജിൻ്റെ ഒരു ലാംഗ്വേജ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് നാട്ടിലൊക്കെ ഇഷ്ടം പോലെയാണ് ഇപ്പം ഫ്രഞ്ച് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഫ്രഞ്ച് പഠിക്കുന്നതുകൊണ്ട് യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ല. കാരണം ഇവിടെ ഏതെങ്കിലും ജോബ് ആപ്ലിക്കേഷനിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൻ്റെ കൂടെ ഫ്രഞ്ച് നല്ലതായിട്ട് അറിയാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റോട് കൂടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ജോലിയൊക്കെ സാധ്യത വളരെയധികം കൂടുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ഇനി കാനഡയിൽ വരും വർഷങ്ങളിൽ ഫ്രഞ്ച് അറിയാവുന്ന ആൾക്കാരെ കൂടുതൽ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കും എന്ന് ഗവൺമെൻറ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ലാസ്റ്റിലത്തെ ഒരു ഡ്രോ കണ്ടക്ട് ചെയ്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രഞ്ച് ലാംഗ്വേജ് അറിയാവുന്നവരൊക്കെ ഏകദേശം 6000 പേരെ വെച്ചാണ് ഓരോ ഇൻവിറ്റേഷനിൽ അവർ ഇൻവൈറ്റ് ചെയ്തേക്കുന്നത്. മാത്രമല്ല അതിന് വിളിച്ചേക്കുന്ന CRS സ്കോർ ആവട്ടെ വെറും 400ഉം 420ഉം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് 2026 ഇമിഗ്രേഷൻ പ്ലാൻ മാർക്ക് കാർണിയുടെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും അതിനകത്ത് ഏകദേശം നമ്പറുകൾ നോക്കുമ്പോൾ ഏകദേശം ഒരു 3,80,000 പേർക്കൊക്കെ PR കൊടുക്കും എന്ന് പറഞ്ഞാൽ പോലും അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോകുന്നത് ഫ്രഞ്ച് ലാംഗ്വേജ് അറിയാവുന്നവർക്കും അതുപോലെ തന്നെ റൂറൽ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആയിരിക്കും. കോവിഡിന് മുമ്പ് അല്ലെങ്കിൽ കോവിഡിന് ശേഷമൊക്കെ ഒരു കനേഡിയൻ എക്സ്പീരിയൻസ് ഉള്ള ഏതൊരാൾക്കും PR കിട്ടിയ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ കാനഡയിൽ ഉള്ളതുകൊണ്ടും മിക്കവർക്കും 500-ന് മുകളിലൊക്കെ CRS സ്കോർ ഉള്ളതുകൊണ്ട് തന്നെ ഗവൺമെൻറ് നല്ല രീതിയിൽ ഒരു സ്ക്രീനിങ് നടത്തിയിട്ട് ഏറ്റവും എലിജിബിളായിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഇപ്പോൾ അവർ സെലക്ട് ചെയ്യുന്നുള്ളൂ. അങ്ങനെ സെലക്ട് ചെയ്താൽ പോലും ഈ അവർ ഗവൺമെൻറ് പ്രഖ്യാപിച്ച നമ്പറിനേക്കാളും കൂടുതൽ കാൻഡിഡേറ്റ്സ് ഉണ്ട് എന്ന് ഗവൺമെൻറ്റിന് പൂർണ്ണമായിട്ട് മനസ്സിലായതുകൊണ്ടാണ് അവർ ഈ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിൻ്റെ ഒക്കെ സ്കോർ കുറയ്ക്കാതെ തന്നെ വെച്ചേക്കുന്നത്.
അതുകൊണ്ട് തന്നെ നിങ്ങളെ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിൽ തന്നെ ഡ്രോയിൽ കണ്ടക്ട് ചെയ്ത് നിങ്ങൾക്ക് PR കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നതിന് പകരം നിങ്ങളുടെ ലാംഗ്വേജ് സ്കില്ലോ അല്ലെങ്കിൽ ഈവൻ IELTS സ്കോർ ഇമ്പ്രൂവ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ട് മറ്റ് മാർഗ്ഗങ്ങൾ, അതായത് കുറച്ചുകൂടി അച്ചീവ് ചെയ്യാൻ പ്രയാസമുള്ള മാർഗ്ഗങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈസിയായിട്ട് PR നേടാൻ സാധിക്കുന്നതാണ്. അതിപ്പോൾ നാട്ടിൽ ഇരുന്നാണ് ചെയ്യുന്നതെങ്കിൽ പോലും യാതൊരു തെറ്റുമില്ല. നിങ്ങൾക്ക് ഒരു വർഷം നാട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫോറിൻ വർക്ക് എക്സ്പീരിയൻസ് കിട്ടുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കാനഡയിൽ വന്നിട്ട് ഒരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ ആ ജോബ് കിട്ടാനൊക്കെ നിങ്ങളെ കൂടുതൽ സഹായിക്കുകയും ചെയ്യും. നാട്ടിൽ നിന്നൊരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ളവരും അതിനുശേഷം കാനഡയിൽ ഒരു എഡ്യൂക്കേഷൻ്റെ പോയിൻറ്റ്സും അതുകൂടാതെ തന്നെ ഒരു IELTSന് ഒരു 8,777 എന്ന സ്കോർ നേടിയാൽ പോലും കിട്ടാൻ പോകുന്ന ഒരു മാക്സിമം സ്കോറൊക്കെ ഒരു 520 ഒക്കെയാണ്. അപ്പോൾ അതിനേക്കാളും വളരെ എളുപ്പമാണ് ഒരു ഫ്രഞ്ച് ലാംഗ്വേജ് കൂടുതൽ പഠിക്കുകയും അത് പാസ്സാവുകയും ചെയ്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഒരു ഇപ്പോഴത്തെ ഡ്രോ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 400-420 അടുത്തൊക്കെയാണ് അവർ ഇൻവൈറ്റ് ചെയ്യുന്നത് പോലും. പലരും ഇപ്പോൾ വിചാരിക്കാറുണ്ട് ഫ്രഞ്ച് പഠിക്കുന്ന ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത്. പലരും യൂട്യൂബ് പോലത്തെ മീഡിയ ഉപയോഗിച്ചിട്ടൊക്കെയാണ് പലരും ഫ്രഞ്ച് പഠിക്കുന്നതൊക്കെ. അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. ഏറ്റവും കൂടുതൽ റിലയബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് നിങ്ങൾ ഫ്രഞ്ച് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാനഡയിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരു ഫ്രഞ്ച് പഠിക്കുന്ന കോച്ചിങ് സെൻറ്ററിലൊക്കെ ഫീസ് കൂടുതലൊക്കെ ആയിരിക്കും. അതേസമയം നിങ്ങളുടെ വർക്ക് പെർമിറ്റ് എക്സ്പയർ ആവാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഉടനെ തന്നെ നാട്ടിൽ പോവുമെങ്കിൽ ആ നാട്ടിൽ പോയതിന് ശേഷം ഏറ്റവും നല്ലൊരു കോച്ചിങ് സെൻറ്റർ കണ്ടുപിടിച്ചതിന് ശേഷം നല്ല രീതിയിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു കോച്ചിങ് എടുക്കുകയും അതിൻ്റെ കൂടെ ഫോറിൻ വർക്ക് എക്സ്പീരിയൻസിനോട് നേടിയ ശേഷം ഒരു വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ആ ഒരു ഫ്രഞ്ച് ലാംഗ്വേജിൻ്റെ എക്സാം പാസ്സായി കഴിഞ്ഞാൽ ഈസിയായിട്ട് PR എടുത്ത് ഡയറക്റ്റ് കാനഡയിലേക്ക് വീണ്ടും എത്താൻ സാധിക്കുന്നതാണ്. 2026 ഇമിഗ്രേഷൻ പ്ലാൻ പ്രകാരം ഇനിയും കാനഡയിലേക്ക് സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവരുടെ എണ്ണം ഗണ്യമായിട്ട് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓൾറെഡി ഇവിടെ കാനഡയിലൊരു എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ടുള്ളവർക്കായിരിക്കും ഇനിയുള്ള വർഷങ്ങളിൽ PR കൊടുക്കാൻ ഏറ്റവും കൂടുതൽ ഒരു മുൻഗണന നൽകുന്നത്. ബാക്കിയുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഏറ്റവും ഇൻ ഡിമാൻഡായിട്ടുള്ള, പ്രത്യേകിച്ച് ഹെൽത്ത് കെയറിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻ ഡിമാൻഡ് ജോബിൽ വരുന്ന ആൾക്കാർക്കായിരിക്കും ബാക്കിയുള്ള ആൾക്കാർക്ക് അവർ PR കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 2026 ഫ്രഞ്ച് കാറ്റഗറിയിലെ ഒരു ഡ്രോ ഇഷ്ടംപോലെ കണ്ടക്ട് ചെയ്യുമെന്ന് ഗവൺമെൻറ് ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ കാറ്റഗറിയിലെ മാക്സിമം അവസരം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. കാനഡയുടെ പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണുന്നവരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.